പ്രതീക്ഷകളുണ്ട്. നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. നല്ല മെസ്സേജ്. പടം കാണുക എല്ലാവരും. നമുക്ക് ഫാമിലീസ് എന്തായാലും വർക്കാവുന്ന ഒരു സിനിമയാണ്. അച്ഛന്മാരും അമ്മമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞല്ലാണ്ട് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളെല്ലാവരും കരഞ്ഞ് പിഴിഞ്ഞ് ഇന്ദ്രേട്ടൊക്കെ രക്ഷയില്ല, ഒന്നും പറയാനില്ല, വാക്കുകളില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറേ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, കുറേ ലേയേഴ്സ് ഉണ്ട്. അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് ഫസ്റ്റ് മൂവിയാണോ? അത് അല്ലല്ല, ഫസ്റ്റ് ഒന്നും അല്ല, നാലാമത്തെ മൂവിയാണ്. പക്ഷേ ഇത് ഭയങ്കര ഇനി വരുന്ന ഒരു സീൻ പോലും വിട്ടുപോയിരുന്നു. കാരണം ഒരു സീൻ പോലും വിടാൻ ഇല്ല. ഇത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരയ്ക്കും പടപടാച്ചിട്ടാണ് കഥ പോകുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഇമോഷണലി നമ്മളെ ആണ് ഇരുത്തി കളഞ്ഞു. അമ്മയുടെയും മകൻ്റെയും അതുപോലെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ചേച്ചി അനിയൻ ബന്ധങ്ങൾ ഭയങ്കര സ്ട്രോങ് ആക്കുന്ന, ഭയങ്കര ഡീപ്പായിട്ടുള്ള കണക്ഷൻസാണ് കാണിക്കുന്നത്. ആൻഡ് കുറേ ബ്രൂട്ടലിറ്റി ഉണ്ട്. കാതലായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. ഒരു മിനിറ്റ് പോലും ലാഗിങ് ഇല്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് മിസ്സായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ അത്ര ഇതായിട്ട് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോട് പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. കണ്ടവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ബാക്കി ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ കണ്ട അഭിപ്രായങ്ങൾ പറയണം. ഞാൻ തന്നെ എൻ്റെ പടത്തേക്ക് അഭിപ്രായമായിട്ട് കാര്യമില്ല. അല്ല, പ്രേക്ഷകരായിട്ട് കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. കാരണം എപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകരോടൊപ്പം കാണുമ്പോൾ. നമുക്കൊരു സിനിമ കറക്റ്റായിട്ട് വിലയിരുത്തണമെങ്കിൽ അവരോട് ഒപ്പം ഇരുന്ന് കണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷേ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് കാണുന്നവർ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസസ് കൂടുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇത് ക്രിട്ടിസൈസ് ആയിട്ടുള്ള ഓഡിയൻസ് കൂടുമ്പോൾ അത് നമുക്ക് എപ്പോഴും നല്ലതായിട്ടില്ല. നല്ലതല്ലേ? ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലതിനെ ക്രിട്ടിസൈസ് ചെയ്യും, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണ്. അതിനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് കണ്ട് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ. ഇവൻ കിടിലാണ്. ഞാൻ പറയാൻ പറ്റും, നമ്മുടെ സിനിമയിലെ ഏറ്റവും മെയിൻ ഒരു ക്യാരക്ടർ ചെയ്യുന്ന പയ്യനാണ്. ഇവൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ ഒരിക്കലും അല്ല, എങ്കിലും കണ്ടായിരുന്നു, പടം കണ്ടായിരുന്നു. ഫസ്റ്റ് മൂവിയാണെന്ന രീതിയിലാണ് ഇവർ പെർഫോം ചെയ്തത്. ഗംഭീര പെർഫോമറാണ്, ഭാവിയിലെ വാഗ്ദാനാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവിടുത്തെ സജൽ, ഇവരൊക്കെ മൂവിയാണ് ആക്ച്വലി. മഹേഷ് കൊടുത്തു. മഹേഷ് ഒരു പയ്യനുണ്ടായിരുന്നു, അതിന് നല്ലൊരു ക്യാരക്ടർ ചെയ്ത് അവൻ മരിച്ചുപോയി. ആക്ച്വലി നമ്മളെ ഷൂട്ട് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അവൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തത്. അവനെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ സൈഡിൽ കൂടി കോപ്പറേഷനിലെ പക്ഷേ ഇങ്ങനൊരു അവസരം ഇതിനോട് എനിക്ക് ഒത്തിരി സന്തോഷം. മലയാള സിനിമ അടുത്ത അമ്പാനാണ്. മുന്നിലോട്ട് പോയി. ഇപ്പോൾ ചില സിനിമ കണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ അത്രയൊക്കെ വയലൻസ് ഉണ്ടോന്ന്. ചെയ്യുമ്പോൾ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ പറ്റുന്നില്ല. ചില സിനിമകൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, എൻജോയ്മെൻ്റ് ആയിരുന്നു ശരിക്കും. പല പല സ്ഥലങ്ങളിലൊക്കെ ഇത് റിയൽ സ്റ്റോറി ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെയൊക്കെയുള്ള ഒറിജിനലായിട്ട് നടക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, നല്ല കാതലുള്ള ഒരു സ്റ്റോറി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെടുന്തൂണ് തന്നെ അത് തന്നെയാണ്. പിന്നെ ജിതിൻ്റെ ഡയറക്ഷൻ, അതും ഇന്ദ്രേട്ടൻ്റെ അഭിനയമൊക്കെ എങ്ങനെയാണ്? എൻ്റെ അഭിനയം വിനാജുവിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ട്. കാരണം പുള്ളി ചെറിയ പ്രായത്തിൽ നീശമാധവനിൽ വന്ന് അവിടെ തൊട്ട് ഇവിടം വരെ നല്ല അഭിനയം. എപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ നല്ലൊരു നടനാണ്. കാരണം പുള്ളി ഒരുപാട് സിനിമ, നല്ല നല്ല സിനിമകളും നല്ല നല്ല ക്യാരക്ടേഴ്സും പുള്ളി അർഹിക്കുന്നുണ്ട്. അപ്പം അത് പുള്ളിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും നല്ലൊരു നടന്
ഇതിലെ സംവിധായകർ